നമ്മുടെ ദിവസത്തിലായിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Greetings to you all in the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും ആമേൻ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ നാമത്തിൽ സ്നേഹവന്ദനം. Time is flying by. There's not really much time to testify, but I'm thankful to God for this past year, for this past week with my family to worship the Lord together. It's, you always have to be grateful for every opportunity that you get as a family to worship Him and to glorify Him. So I too am thankful for the ways that God has blessed me and my family richly this past week. പ്രിയമുള്ളവരെ, വളരെ സമയമില്ലല്ലോ എനിക്കും സാക്ഷ്യം പറയാനായിട്ടുണ്ട്. ദൈവത്തിന്റെ കരുതലോർത്ത് പ്രത്യേകാല് ആമേൻ ഞങ്ങളുടെ കുടുംബങ്ങളോടെല്ലാം ഒരുമിച്ച് ഈ താങ്ക്സ്ഗിവിംഗ് ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. Before I speak, as I always do, I pray that the Holy Spirit may speak through me and to me, that I may be the one who walks away receiving the most from the word that is spoken today. സാധാരണ ചെയ്തു വരുന്നത് പോലെ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി എന്നോട് ആമേൻ നമ്മൾ എല്ലാവരോടും സംസാരിക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. This month, the Holy Spirit spoke to us that in order to perfect holiness, you must be restored to God's standard. ഈ മാസം പരിശുദ്ധാത്മാവ് സംസാരിച്ചത് വിശുദ്ധിയിൽ മുന്നേറണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ എത്തണമെങ്കിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തണം. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നാം കടന്നു വരണം. In all of our different workplaces and educational institutions, schools, colleges, there's always policies, there's a handbook, there's a rule book, there's a code of conduct, policies that people should follow if they want to be associated with that organization. പ്രിയമുള്ളവരെ, നിങ്ങൾ പോകുന്ന ഏത് സംഘടനകളാണേലും, അത് സഭയാകട്ടെ, ഇല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളാകട്ടെ, നിങ്ങൾ പോകുന്ന സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, എവിടെയാണേലും ആ സംഘടനയോട് ചേർന്ന് നിൽക്കുകയോ അവരുടേതായിട്ടുള്ള സർവീസുകൾ നിങ്ങൾ ഭാഗഭാക്കാക്കുകയോ ചെയ്യണമെങ്കിൽ ആ സംഘടന എഴുതി വെച്ചിരിക്കുന്ന കോഡ്സ്, റെഗുലേഷൻസ്, അവരുടേതായ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവരുമായിട്ട് ഒരിക്കലും നമുക്ക് ഒരുമിച്ച് പോകാനോ അവരുടെ കാര്യങ്ങൾ പങ്കെടുക്കാനോ സാധിക്കുകയില്ല. And we take that code of conduct so seriously in our workplaces and our school places, but when it comes to God's code of conduct, when it comes to His standard that's supposed to show people that we represent Him, we take it in so much more of a lax way because of that thought of I can always come back and repent. There's that cycle, that safety net that's available to me. He won't cut me off. ആമേൻ. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ലോകത്തിന്റെ ഏതൊരു കാര്യങ്ങള് ജോലിക്കാണെങ്കിൽ കൃത്യത്തിൽ പോകും. ജോലിക്ക് തെറ്റ് വരാതെ ഇല്ല, ഞാൻ തെറ്റ് ചെയ്യത്തില്ല, സൂക്ഷിക്കും. നമ്മൾ എപ്പോഴും ആ കോഡ് വയലേറ്റ് ചെയ്യാതിരിക്കാൻ ഫെർവറന്റ് ആയിട്ട് നമ്മൾ നോക്കി, ജോലിക്ക് പോകേണ്ട സമയമാണെങ്കിൽ ഏർലി ആയിട്ട് ഇവിടെ ചെല്ലാൻ, ഒരിക്കലും കോഡ് വയലേറ്റ് ചെയ്യല്ലേ. വയലേഷൻ വല്ല ജോലി സ്ഥലത്താണെങ്കിലും ഈ ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യുമ്പോൾ അവൻ ദൈവത്തോടുള്ള ബന്ധം വരുമ്പോൾ മാത്രം എന്താണ് നാം വളരെ അയയുന്നത്. അവൻ കാരണം അവിടെ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്. ആ കർത്താവ് ക്ഷമിക്കുന്നവനും ദീർഘക്ഷമൻ ദയാലുവുമാണ്, കൃപായുഗമാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവൻ സ്വതന്ത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ നിയമം വരുമ്പോൾ അതിനെ അഴിക്കുന്ന, അതിനോട് അവൻ കൂറു പുലർത്താത്ത, അതിനോട് അവൻ ഗൗരവം കാണിക്കാത്ത സ്ഥിതി അവൻ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. What does God say about being restored to His standard? The word restore shows up because you left the standard. Somehow you need to come back. God needs to bring you back. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ ദൈവം ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ അതിക്രമം ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി, നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അതിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിന്റെ സ്റ്റാൻഡിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയാണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്നത്. നീ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും അവന്റെ നിയമം, അവന്റെ വചനം പറയുന്നത് പോലെ അവന് പ്രാധാന്യം കൊടുക്കുന്നതാണ്, അവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് യഥാസ്ഥാനപ്പെടുകയെന്ന് പറഞ്ഞാൽ. So two people, one person takes Psalm 85 verses 4 to 8, another person take Revelation chapter 2 verse 5. Those are key verses for the month. Anybody in English or Malayalam, you can take it. സങ്കീർത്തനം 85ന്റെ 4-8 വാക്യങ്ങൾ വായിക്കാം. ആമേൻ. സ്വതന്ത്രം ചെയ്യുന്ന ഒരാൾക്ക് ആമേൻ. വെളിപ്പാട് പുസ്തകം 2-5 മാസത്തിലെ താക്കോൽ വാക്യങ്ങൾ അവയായിരുന്നല്ലോ യഥാസ്ഥാനപ്പെടുന്നതിനെ കുറിച്ച്. ഞങ്ങളുടെ രക്ഷയുടെ 85:4 ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. ആമേൻ. 8ാമത്തെ വാക്യം, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. Revelation 2 verse 5. വെളിപ്പാട് 2:5. Revelation 2:5. Remember therefore from where you have fallen. Repent and do not do the first works, or else I will come to you quickly and remove your lampstand from its place, unless you repent.
Amen. So a refresher as to what it means to be restored to God's standard. Number one, you have to remember from where you fell from. അപ്പോൾ യഥാസ്ഥാനപ്പെടണമെങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഏതിൽ നിന്നും വീണുവെന്ന് നീ ഓർക്കണം. ഏതിൽ നിന്ന് അമേൻ സ്തോത്രം നീ തിരിച്ചറിയണം, അമേൻ മനസ്സിലാക്കണം. ആ ഊഹാവഹങ്ങളിൽ അതും ഇതും കാട്ടിക്കൂട്ടരുത്. എവിടെയാണ് നീ റൈറ്റ് ഇല്ലാത്തത്? നീ ഒന്ന് നിന്റെ ജീവിതത്തെ, ദൈവത്തോടുള്ള ബന്ധത്തെ നീ ഒന്ന് അനലൈസ് ചെയ്യണം. ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ റിവ്യൂ വരുമ്പോൾ, നമ്മുടെ ജോലിയിൽ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പല റിവ്യൂ, സെൽഫ് റിവ്യൂ എഴുതത്തില്ലേ? അതുപോലെ നിന്റെ സ്പിരിച്വൽ ലൈഫ് വിത്ത് ദ ലോർഡ് നീ അനലൈസ് ചെയ്തിട്ട് എവിടെ നീ ഒന്ന് റൈറ്റ് അപ്പ് ചെയ്യണം. വേറെ മായി ബ്രേക്കിംഗ് ഇസ് അവൻ ഇഷ്ടം ഞാൻ ചെയ്യാതിരിക്കുന്നത്, അവനോട് കൂറ് കാണിക്കാത്തത് എവിടെയാണ്? യു റൈറ്റ് അപ്പ് ചെയ്യണം. അല്പസമയം എടുത്താൽ മതി. ഇത് പ്രവാചകൻ തലക്കൈ വെച്ചെന്ന് പറയണ്ട. You know, amen, where you are not meeting God's standards. ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്ത മേഖലകൾ ഏതാണെന്ന് നിനക്ക് തിരിച്ചറിയാം. You understand, തിരിച്ചറിയണം. Once you remember from where you've fallen, you have to repent. നീ ഏതിൽ നിന്ന് വീണു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉരുണ്ടു പെരണ്ട് അതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കല്ലോ. നീ മാനസാന്തരപ്പെടണം. After you repent, you must do the first works that aligned with God's standard that you fell from. മാനസാന്തരപ്പെട്ട് മുതലക്കണ്ണിൽ ഒഴിക്കാൻ മാത്രം കഴിയില്ല. ആ നല്ല കാര്യം തന്നെ നീ കരഞ്ഞു, അവൻ ഉള്ള ഉടഞ്ഞു, നല്ല കാര്യം തന്നെ തകർന്നു, നല്ല. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. നീ ചെയ്യേണ്ടത് ചെയ്യണം. ദൈവവചനം പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം പറയുന്നത് യു ഹാവ് ടു ഡു. അതിൽ ഒഴികഴിവില്ല. And as Psalm 85 said, well, once you do the first works, God will speak peace over his people. You need to listen to his voice, his word, because that means peace for you. ശ്രദ്ധിക്കണേ, ആമേൻ. അനേക ദൈവമക്കൾ കൃപയിലേക്ക് വരും, രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, ഇനി അഭിഷേകം വരെയൊക്കെ പ്രാപിക്കും, വിശുദ്ധിയൊക്കെ അവർ നോക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നീരസം അവരോട്, അവർ ഹൃദയം നീരസപ്പെട്ടിരിക്കുക. അവരുടെ വിചാരം ദൈവം പെർഫെക്റ്റ്ലി ഹാപ്പി ആണെന്ന്. അല്ല. പുറപ്പാട് പുസ്തകത്തില് മോശയോട് പറഞ്ഞു, പോ നീ പിറ്റോ പാലത്തിനോട് ദേഷ്യം എടുത്തോ, ഞാൻ ദൂതനെ അയക്കാം, നീ പോയി, ഞാൻ നിന്റെ കൂടെ വരത്തില്ല. I will never come. ഞാൻ നിന്റെ മധ്യത്തിൽ നടക്കത്തില്ല. കുടമനക മോശ സാധാരണ പറയാം, പാലത്തിനൊഴുകുന്ന ദേശം കിട്ടുമല്ലോ, ദൂതനെ അയക്കില്ല, അതിക്കുള്ളതാ വേണ്ടത്, നമുക്ക് പോകാൻ പറയും. നോ. മോശ പറഞ്ഞു, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്തേ അയക്കല്ലേ. കാരണം ദൈവത്തിന് നീരസമാ. ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്ത എത്ര വലിയ വിശുദ്ധനാണേലും അവൻ God hates you. ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷമല്ല. അവൻ നീരസമാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ അവൻ സ്വന്തം നീരസം മാറ്റണമെങ്കിൽ ദൈവം പറയുന്നത് നീ കേൾക്കണം. അവൻ കേട്ടിട്ട് അവൻ പറയുന്നത് നീ ചെയ്യണം. ചെയ്യുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും, നിനക്ക് പീസ്, നിന്നോട് പീസ്, സമാധാനം അരുളും. പക്ഷെ ഒരു കാര്യം, നീ വീണ്ടും മടങ്ങിപ്പോയി ആ വഴി, പഴയ വഴിയോട് വീണ്ടും എന്നും വന്ന് പിരിഞ്ഞു, ഇന്നും വീണ്ടും നാളെ മനസ്സമല്ല, തിരിച്ച പഴയ വഴിയിലേക്ക് പോകരുത്. ജനം ഭോഷത്വത്തിലേക്ക് കൈനീട്ടാതിരിക്കട്ടെ, ഫൂളിഷ്നെസ്സിലേക്ക് കൈനീട്ടാതിരിക്കട്ടെ, മടങ്ങിപ്പോയ ഉഴപ്പ് കാണിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പത്രോസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. I don't need to give a huge introduction. You know Peter. So I want to take you to John chapter 21, just to look at verses 1 to 14. We're not going to read all of it. I'm just going to show you some specific phrases within that portion. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധാത്മാവ് എന്തോ ആവർത്തനം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും പരിശുദ്ധാത്മ വീണ്ടും ആവർത്തിക്കുക. ചൊവ്വാഴ്ച നമ്മൾ പത്രോസിനെ കുറിച്ച് ചിന്തിച്ചതാണ്, പക്ഷെ വീണ്ടും ചിന്തിക്കാൻ പരിശുദ്ധാത്മ 21-ാം അധ്യായത്തിൽ നിന്ന് പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ് ചൊവ്വാഴ്ച. പക്ഷെ പരിശുദ്ധാത്മാവ് വീണ്ടും 139 കഴിഞ്ഞാഴ്ച ചിന്തിച്ചാണ്, പക്ഷെ വീണ്ടും പരിശുദ്ധാത്മാവ് പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ച പോലെ വീണ്ടും പരിശുദ്ധാത്മ പത്രോസിന്റെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളെ കാണുവാൻ വേണ്ടി വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നു. Right now in the arc that we just talked about of restoring to God's standard, we're going to see Peter right now returning back to follow. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, 21-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ ദൈവം അവനെ കൃപയിലേക്ക് വരുത്തി പിടിച്ചൊരു ശുശ്രൂഷ വിളി കൊടുത്തു. എന്താണ് അവനെ കുറിച്ചുള്ള ഉദ്ദേശം എന്ന് അറിയിച്ചു. അവൻ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പക്ഷെ ഇപ്പോൾ പലതും കണ്ടിട്ടും പലതും അനുഭവിച്ചിട്ടും പലതും കേട്ടിട്ടും പലതും അറിഞ്ഞിട്ടും തിരിച്ച് പഴയ വഴികളിലേക്ക്, ഫൂളിഷ്നെസ്സിലേക്ക്, സ്വന്തം കഴിവ് കൊണ്ട് വിഷയങ്ങൾ പരിഹരിക്കുന്ന ഓർത്തോണേ. കാരണം എന്താ, ഈശോനാഥൻ പോയി മരിച്ചു. നേരത്തെ ആണെങ്കിൽ യേശുവിനെ പുറകെ 12 ശിഷ്യന്മാരെ നടന്നാൽ മതിയായിരുന്നു. അല്പം നിന്നും കഴിക്കാൻ കിട്ടും, ആൾക്കാർ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പൊ ഇപ്പോഴ് ഈ
കർത്താവ് അങ്ങ് പോയി, ഇനിയും കർത്താവില്ലാതെ എങ്ങനെയാ കാര്യം നടക്കുന്നൊക്കെ. അപ്പം നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുക. യു ട്രൈങ് ടു മീറ്റ് യുവർ നീഡ്സ് വിത്ത് യുവർ ഓൺ വിസ്ഡം. അതായിരിക്കാം പത്രോസിനെ കുഴക്കിയത്. കാരണം കർത്താവ് പോയല്ലോ, ഇനിയും ഭാര്യയുണ്ട്, അമ്മാവിയും ഉണ്ട്, മക്കളുണ്ടോ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പക്ഷേ കാണുമായിരിക്കാം. ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്റെ കൺട്രോളിൽ പോകണ്ടേ. അതുകൊണ്ട് നീ പലപ്പോഴും ബുദ്ധിയുടെ പ്രമാണത്തിൽ കയറിയിട്ട് അതിനെ കർത്താവ് പറയുന്നത് ബുദ്ധിയുടെ പ്രമാണത്തിൽ അതിന്റെ ഫൂളിഷ്നെസ് എന്ന് പറയും. അതിനെ എന്തെന്ന് പറയും? ഫൂളിഷ്നെസ്, ഫോളി എന്ന് പറയും. ജനം മടങ്ങി ഫോളിയിലേക്ക് കൈനീട്ടാതിരിക്കട്ടെ. നിന്നോട് സമാധാനം അരുളുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറയും, നീ ശ്രദ്ധിച്ച് കേട്ടാൽ God will speak peace to your life. നീ എന്നും കുഴഞ്ഞു മറിഞ്ഞ് നടക്കേണ്ടവനല്ല, നീ എന്നും ഭ്രാന്ത് പിടിച്ചോടേണ്ടവനല്ല. ദൈവം പീസ് നിന്റെ ജീവനോട്, നിന്റെ ആത്മാവിനോട് പറയും. പക്ഷെ തിരിഞ്ഞ് നീ കൺട്രോളിൽ നിന്റെ കാര്യങ്ങൾ എടുക്കാൻ പോയത് that's dangerous, that's shameful, that is so treacherous. സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നത് ശ്രദ്ധിക്കണം. പത്രോസ് നമുക്ക് നോക്കാം. അവൻ ഇപ്പോഴായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഫോളിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവൻ പറയാ, ഞാൻ മീൻ പിടിക്കാം, ഫോളിയിലേക്ക് മടങ്ങിപ്പോകുന്ന. കാരണം എന്താ? There are needs to be met, there are necessities to be met. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ഒത്തിരിയാണ്. അവിടെ പോയി വല്ലവന്റെ അടുത്ത് കൈനീട്ടാൻ പറ്റത്തില്ല. നീഡ്സ് ഉണ്ട്, പക്ഷെ വിളി മറന്നു. Sorry. Summing up the context of what's going on here, Jesus had already revealed himself to disciples 2 times before this, and even after all that, Simon Peter says, I'm going back to fish. Not fish for people, fish for fish. What he was doing before Christ called him. He goes out, he says, I'm going fishing. The other couple of disciples who were with him says, we're coming too. So he and those disciples get on the boat and they catch nothing the whole night. Jesus comes, right? And Jesus has every right to curse them, disown them, but he calls them children. Do you have any fish? Calls them from the bank. And John realizes that it is Jesus who is speaking and says, it's the Lord. Peter, who at that point, it says, he put on his outer garment, for he was stripped for work. There's a certain nakedness that was associated with him when he had to fish for fish. That was normal for him in that previous standard that he had before he knew Christ. But when he realized that it was the Lord calling out to him, he felt the need to cover his nakedness that Christ had already covered when he had called him. സംഭവം അറിയാം, പത്രോസിനെ കുറിച്ച് അറിയാം. സ്വന്തം ചെയ്യുന്നു. അവിടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 2 വട്ടം അതിന് മുമ്പ് കാണിച്ചു. ആദ്യത്തെ വട്ടം ഉയർത്തെഴുന്നേറ്റു, കഥയെല്ലാം അടച്ചിരിക്കുമ്പോൾ നടക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശുവാണെന്ന് കാണിച്ചു. റെസ്ട്രിക്ഷൻ ഇല്ലാതെ കടന്നു വരുവാൻ ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി തേജസ്കരിക്കപ്പെട്ട നാഥനായി വന്ന യേശുവാണെന്ന് കാണിച്ചു. പീസ് പറഞ്ഞു, പീസ് അട്ടിയും നടുക്ക് വന്നെന്ന് തന്റെ ജനത്തോട് പീസ് പറയുന്നവനാണ് കർത്താവ്. വചനം ഓർക്കണം. സങ്കീർത്തനം 85 8ാമത്തെ വാക്യം. തന്റെ ജനത്തോട് അവൻ എന്ത് ചെയ്യും? സമാധാനം അരുളും. He stood in the midst of that room and spoke peace to his disciples. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. രണ്ടാമതും തോമസ് അവിടെ ഇല്ലാതിരുന്നു. തോമസിന് അവിശ്വാസം നിമിത്തം തോമസിനെ കൺവിൻസ് ചെയ്യാൻ ഈശോ വീണ്ടും കഥപടച്ചിരിക്കുമ്പോൾ മധ്യത്തിൽ വന്നിട്ട് നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തോമസ് വിളിച്ചു, വാ, വന്ന് തൊട്ട് നോക്ക്, കൈയിട്. വിരലിട്ട് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ചിന്തിച്ചതാ, മാറത്തും അവൻ അലറി പറയുക, എന്റെ കർത്താവും എന്റെ മുസ്ലിങ്ങൾ ചോദിക്കുക, മുസ്ലിം സർമാർ നോക്കുന്നത് അവർ യേശു ദൈവം എവിടെ പറയുന്നത്? സുവിശേഷങ്ങളുണ്ട്, നീ ശ്രദ്ധിച്ചു നോക്ക്. തോമാസ് ലീഹ തൊട്ട് നോക്കിയിട്ട് അവനെ വിളിക്കുന്ന വിളി എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ള ആ വിളിയിൽ ഈശോ അതിനെ തിരുത്തുന്നില്ല. ഇതിനു മുമ്പ് സ്വന്തം സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ്, തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായതല്ല. സ്വർഗാരോഹണത്തിന് മുമ്പ് തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈശോ തന്നെ ഗുരു എന്ന അവസരം ദൈവമല്ലാതെ ഗുരു ആരും ഇല്ലെന്ന് പറഞ്ഞിരുന്ന ഈശോനാഥൻ താന് കഷ്ടം അനുഭവിച്ച് പിതാവിന്റെ അടുക്കൽ പോയിട്ട് എല്ലാം വെച്ചിട്ട് പഴയ മഹത്വത്തിലേക്ക് തന്നെ കൈക്കൊണ്ട ശേഷം വരുമ്പോൾ തോമാസ് ലീഹ പറയുക, എന്റെ കർത്താവ് എന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവനെ കറക്റ്റ് ചെയ്യുന്നില്ല. അവനെ കറക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്നത് തെറ്റാന്ന്. ചില കാര്യങ്ങൾ വചനം വായിച്ച് മർമ്മങ്ങൾ മനസ്സിലാക്കണം. യേശു പ്രാർത്ഥിക്കുന്നു, എന്നെ പഴയ മഹത്വത്തിലേക്ക് തിരികെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈശോനാഥൻ 17ാം അധ്യായത്തിൽ പോകുന്നത്. തിരിച്ചു മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ഇവിടെ തോമസ് എന്റെ ദൈവവുമേ എന്ന് വിളിക്കുമ്പോൾ ദൈവമല്ല, ദൈവം മാത്രമേ, പിതാവ് മാത്രമേ ദൈവമുള്ളൂ എന്നൊന്നും അവിടെ ഈശോനാഥൻ പറയുന്നില്ല. ശ്രദ്ധിക്കണം. എന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു, എന്റെ ദൈവം എന്ന് പറഞ്ഞ. അതിനുശേഷം 3ാമത് 21ാം അധ്യായത്തില് എല്ലാവരും 7 ശിഷ്യന്മാര് ഉണ്ട് അവിടെ. സ്വന്തം ചെയ്യുന്നു. ദിദിമാസ് എന്ന തോമസ് ഉണ്ട്, കാനയിലെ നഥനയേൽ ഉണ്ട്, ഇടിമക്കളുണ്ട്, വേറെ 2 ശിഷ്യന്മാർ, 6 പേര് അവരുണ്ട്. പിന്നെ ഇത് പത്രോസ് ഉൾപ്പെടെ 7 ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാം കണ്ടിട്ട്, യേശുവിനെ കണ്ടിട്ട്, യേശുവിനെ അറിഞ്ഞിട്ട്, അവൻ ദൈവമാണെന്ന് അറിഞ്ഞിട്ട്, വിളിയെ കുറിച്ച് ഓർമ്മയുണ്ട്, മറന്നുപോയിട്ടില്ല, ഞാൻ എങ്ങോട്ട് പോവാ?
മീൻ പിടിക്കാൻ, മനുഷ്യനെ പിടിക്കാനല്ല, എന്തിനാ പിടിച്ച് അവനെ ആക്കിയത്? തിരുത്തി, അത്ഭുതങ്ങൾ, ജീവിതം ശൂന്യമായി കിടന്നിടത്ത് യേശു പ്രത്യക്ഷപ്പെട്ട് അവനെ ശുശ്രൂഷകളെ മാറ്റിക്കിട്ട് മനുഷ്യനെ പിടിക്കുന്നവനാക്കിയ ആ പത്രോസ് ഇപ്പൊ പറയുക, ഞാൻ എന്തോ പിടിക്കാൻ വേണ്ടി പോവാ? പഴയ ഫോളിയിലേക്ക്. കാരണം പണ്ട് മീൻ പിടിക്കാൻ മിടുക്കനായി കഴിവന്റെ പാരമ്യത്തിൽ ഓടി നടന്നിട്ട് ഒരു കട്ടുപ്പയെ പോലും പിടിക്കാതെ വല മനുഷ്യൻ കാണുന്നത് ഒത്തിരി മീൻ പിടിച്ചു എന്ന് കാണിക്കാൻ കഴിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ശൂന്യതയിൽ വന്നിട്ട് പ്രത്യക്ഷനായി അവനെ ശുശ്രൂഷ മാറ്റി മനുഷ്യനെ പിടിക്കുന്ന ശുശ്രൂഷയിലാക്കി അവനെ വേർതിരിച്ചിട്ടും അവിടെ പറയുന്ന അത്ഭുതം കണ്ടു. അവൻ സ്വന്തം യേശു പറഞ്ഞു അതിനെ ഇതിലും അധികം കാണുമെന്ന് പറഞ്ഞ് അവനെ വേർതിരിക്കുമ്പോൾ അവിടെ പറയുക അവൻ സകലവും വിട്ട് ആരെ അനുഗമിച്ചു? യേശുവിന്റെ പുറകെ. വീട് മറന്നു, പ്രൊഫഷൻ പറഞ്ഞു, അവൻ എല്ലാം മറന്ന് യേശുവിന്റെ പുറകെ പോയവൻ ഇപ്പൊ പറയുക ഞാൻ എങ്ങോട്ട് പോവുക? പഴയ ജീവിതത്തിന്റെ പരാജയം, ഒരു ജയവും കാണാതിരുന്ന പഴയ പ്രൊഫഷനിലേക്ക് പോവുക എന്ന് പറയുന്നു. So, pardon me for forgetting the most important part of this miracle. In between John recognizing Jesus, they caught so much fish when they put their net on the right side of the boat as Jesus told them to do. But even until that point, Peter, John, none of the disciples recognized that it was Jesus calling them out from the bank. It was only until after the miracle that John said, "It is the Lord," and Peter goes out, jumps into the water, and swims ahead of the other disciples to see Jesus. ഒരു കാര്യം അവൻ മൊത്തം ബൈബിളിൽ പറഞ്ഞ പോലെ അവൻ മീൻ പിടിക്കാൻ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്ത് കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. നീ ദൈവം നിന്നെ വിളിച്ച ശുശ്രൂഷ വിട്ടിട്ട് നീ ഏതെല്ലാം വഴി തലകുത്തി മറിയാൻ പോയാലും യു വോണ്ട് ക്യാച്ച് എനിത്തിങ്. പിടിച്ചാൽ അത് പ്രയോജനപ്പെടത്തില്ല, നഷ്ടമായി പോകും, ഒന്നും കിട്ടിയില്ല. പകല് തിരികെ വരിക, നിരാശയോടെ വരുമ്പോൾ കരയ്ക്ക് ആര് നിൽക്കുന്നുണ്ടെന്നറിയാമോ? ഈശോ നിൽക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്ന വിളി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചൊവ്വാഴ്ച അതിനെ കുറിച്ച് പറഞ്ഞു. അവൻ സഹോദരന്മാരെ നല്ല വിളിക്കുന്നത് എങ്ങനെയാ? കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ. അതെന്താ ഈശോ അവരെ ചിൽഡ്രൻ എന്ന് വിളിച്ചത്? അതാ നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്ന, ആധിപത്യം അവന്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്. ത്രിയേക ദൈവത്തെ കാണുമ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിക്കുന്നത് അതിന് മുമ്പ് ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ സഹോദരന്മാരെന്ന് പറയുന്ന അങ്ങനെ അഭിസംബോധന ഇവിടെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാ. അതിന്റെ അർത്ഥം അവൻ സാക്ഷാൽ ദൈവമാ. അവൻ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വലുതുകൊണ്ടോ? ഒന്നുമില്ല. ഉടനെ യേശു പറഞ്ഞു പടകിന്റെ വലത്ത് ഭാഗത്ത് വല, അത് ഭയങ്കര മീൻപിടുത്തം കണ്ടു, കിട്ടി, അവർ അമ്പരന്നു. അന്നേരമാണ് യോഹന്നാന്റെ കണ്ടുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇത് കർത്താവാണ്. ചിലർക്ക് അത്ഭുതം കണ്ടാലേ ദൈവത്തെ തിരിച്ചറിയും. പിന്നെ അത്ഭുതം കാണാതെ യേശുവിനെ തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് പറ്റണം. കർത്താവാന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അയ്യോ കർത്താവാന്ന് കേട്ടപ്പോൾ പുള്ളി വിചാരിച്ചു പീറ്റർ അവൻ ഹാഫ് നേക്കഡ് ആയിരുന്നു. കാരണം മീൻ പിടിക്കാൻ പോകുമ്പോൾ എല്ലാം അവൻ സൂട്ടും കൂട്ടും മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അല്പം നേക്കഡ് ആയിരുന്നാലേ മീൻ പിടിച്ച് വലിച്ചൊക്കെ കേട്ടണമെങ്കിൽ അവൻ കർത്താവും വന്നു നേക്കടാന്ന് കണ്ടപ്പോൾ അവൻ അങ്കി അരയിൽ ചുറ്റി ഇങ്ങോട്ട് ചാടിയെന്നാണ് പറഞ്ഞു, കടലിലോട്ട് ചാടി. കാരണം അവൻ ക്രിസ്തുവിനെ അറിയുമ്പോഴേ നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ തിരിച്ചറിയത്തുള്ളൂ. കടലിലേക്ക് ചാടി കരയ്ക്ക് അവൻ വലിച്ചടുപ്പിക്കുന്നതിനെ കുറിച്ച് അവൻ വല വലിച്ചടുപ്പിക്കുന്നതും അവർ കരയ്ക്ക് വരുന്നതും നമുക്ക് അതിൽ കാണാൻ കഴിയും. They come to the bank. Jesus has breakfast already prepared for them. They all sit together. After they finish breakfast, Jesus said to Simon Peter, "Simon, son of John, do you love me more than these?" ശ്രദ്ധിക്കണേ, അവര് പലക എല്ലാം അടുപ്പിച്ചു, വലയൊക്കെ വലിച്ചോണ്ട് വന്നു. അവിടെ കാണുന്നത് അവൻ എത്തിയപ്പോ കരയ്ക്ക് എന്തോ ഇരിപ്പുണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ട്? ബ്രേക്ക്ഫാസ്റ്റ്. ഇവര് പിടിച്ച മീൻ കൊണ്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. എന്റെ അർത്ഥം ഇന്ന് പല സഹോദരൻ നീ ചെയ്യുന്ന ജോലി കൊണ്ടല്ല നീയോ നിന്റെ തലമുറയിൽ ജീവിക്കുന്നു. നിന്റെ വിചാരം നിന്റെ ജോലി കൊണ്ടല്ല. റൈറ്റ് ഇറ്റ് ഡൗൺ ടുഡേ. നീ ചെയ്യുന്ന ജോലി കൊണ്ടല്ല നീ ജീവിക്കുന്നത്. അവൻ കരയ്ക്ക് വന്നപ്പോൾ എന്തോ കനൽമേൽ ചുട്ട അവൻ അടയും മീനും അവർ പിടിച്ച മീനെടുത്ത് വാർത്ത ഉണ്ടാക്കി യേശു കൊടുത്തതല്ല. ഇന്ന് പകൽക്കാലം നിന്റെ അധ്വാനത്തിൽ നിന്നല്ല നീ ജീവിക്കുന്നത്. കർത്താവ് നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. കമോൺ, അവൻ ഡോണ്ട് റിട്ടേൺ ടു ഫോളി. അവൻ നീ ഫൂളിഷ്നെസ് തിരിയരുത്. നിന്റെ കഴിവ് കൊണ്ടല്ല ഓടുന്നത്. കരയ്ക്ക് എത്തുമ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ്. അവൻ എങ്ങനെ പുലരും, എങ്ങനെ നാളെ പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്നു ഓർത്തായിരിക്കും നീ ഭാരപ്പെട്ടിട്ട് പ്രാരാബ്ദങ്ങളെ ചുമന്ന് നിന്നെ വിളിച്ച വിളിയും മറന്ന് പലയിടത്തും നീ ഓടുന്നത്, നീ അധ്വാനിക്കുന്നത്. പക്ഷെ ഇന്ന് കർത്താവിന് ആഗ്രഹം, യു ഹാവ് ടു ബി ഇൻ യുവർ മിനിസ്ട്രി. ദൈവം നിന്നെ വിളിച്ച ശുശ്രൂഷയിൽ നീ കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടുന്ന തക്ക സമയത്ത് കർത്താവ് ഒരുക്കുന്നു. നീ അധ്വാനിച്ചിട്ട് പോലും ആയിരിക്കത്തില്ല. 40 വർഷം മരുഭൂമിയിൽ ഇസ്രായേൽ നടത്തി നിന്റെ തലമുറയിൽ നടത്താൻ എൻ്റെ കർത്താവിന് എന്താ പ്രയാസം? അവൻ സ്വന്തം കരയ്ക്ക് വരുമ്പോൾ കനൽമേലെ ചുട്ട അടയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീറ്ററിനെ സിഗ്നൽ ഔട്ട് ചെയ്തു. യോഹന്നാന്റെ മകനായ ശിമോനേ, നീ ഇവരിലധികമായി, ഇവയിലധികമായി, നിന്റെ പ്രൊഫഷനേക്കാൾ അധികമായി, നിന്റെ കുടുംബത്തെക്കാൾ അധികമായി, നിന്റെ മക്കളെക്കാൾ അധികമായി, നാടിനേക്കാൾ അധികമായി, സമൂഹത്തെക്കാൾ അധികം, വീടിനേക്കാൾ അധികമായി, നിന്റെ സൗന്ദര്യത്തെക്കാൾ അധികമായി, നിന്റെ ആരോഗ്യത്തെക്കാൾ അധികമായി, അവൻ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ?
ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദാസ്ഥാനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ജനത്തെ സഭയെ ദാസ്ഥാനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിന്റെ ചങ്കന് നേരെ പരിശുദ്ധാത്മാവ് നിന്റെ ചങ്കന് നേരെ ചോദിക്കുന്നു, നീ അധികമായി Do you love me? Do you love me? എന്ന് പകർക്കാലം നീ എന്നെ സ്നേഹിക്കുന്നു. അറിയുന്നു, ആരാധനയ്ക്ക് വരുന്നു എന്ന് പറയും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? Alright, I'm going to pause it right here. It's time for flashbacks. We're going to go back to Luke chapter 5. When did Peter first encounter Jesus? And I'm going to make you read it. Luke chapter 5, we see that Peter was in a boat again. That's the first time we're meeting Peter. Peter's in a boat. He's trying to catch fish. He sees Jesus, allows him to come upon his boat. He's trying to catch fish as Jesus is preaching to the crowd. There's no fish. Again, see the parallels. Nothing is in the word for like no reason. It's all on purpose. So we see that Jesus tells them to pull out into the deep, let your nets down for a catch. They said we toiled all night, just like how they toiled all night in the book of John that we just read. But Peter says, but at your word, I will let down the nets. At Jesus' word, he lets down the nets. We already know the nets become full of fish. Verse 8, when Simon Peter saw it, he fell down at Jesus' knees, saying, depart from me, for I am a sinful man, O Lord. പ്രിയമുള്ളവരെ, ആ ചോദ്യം വരുമ്പോഴാണ് ഫ്ലാഷ് ബാക്ക്. ഒരു മൂവി പോലെ നിങ്ങൾക്ക് കാണണം. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ ചോദ്യം മുഴുവൻ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. നിങ്ങളുടെ മൂവിയായിട്ട് ഒരു ഡയറക്ടറായിട്ട് നിങ്ങൾ ഡയറക്ട് ചെയ്ത് പെട്ടെന്ന് എടുത്തത് ഗന്നസരത്ത് തടാകത്തിന്റെ തീരം കാണുകയാ. അവിടെ അവനൊരു പടകൾ പലതടത്ത് കിടക്കുന്നു. അവൻ ഈശോ തന്റെ ശിഷ്യന്മാർ, അവൻ വലിയൊരു കൂട്ടം ജനവുമായിട്ട് ആ തീരത്തേക്ക് വരികയാ. അവിടെ പത്രോസ് ഇറങ്ങി എത്തുകയാ, വല കഴുകുക. നിങ്ങൾക്കറിയാം, അവിടെ വന്നിട്ട് പറയാറ്, നീ അല്പം പടകിലൊന്ന് പത്രോസിനുള്ള പടകിലോട്ട് കയറിയിട്ട് ചിലത് മാറ്റിത്തരാൻ പറയുക. അവനൊന്ന് മാറ്റിക്കൊടുക്കുക. അവൻ സ്വപ്നം ചെയ്യുന്നു, ആ പടകിൽ നിന്ന് പ്രസംഗിക്കുക. എന്നിട്ട് അവൻ സ്വപ്നം ചെയ്യുന്നു, ആഴത്തിലോട്ട് നീക്കി വലയിറക്കാൻ ഈശോ പറയും. ഉടനെ പത്രോസ് പറയും, ഞങ്ങൾ രാത്രി മൊത്തം അതെല്ലാം ചെയ്ത് ആഴത്തെല്ലാം പലയിടത്ത് ചെയ്ത്, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാന്ന് പറഞ്ഞിട്ട് തന്റെ പടവ് വിട്ടുകൊടുത്ത പത്രോസ് ആഴത്തിലേക്ക് വല കിഴക്കുമ്പോൾ വല നിറച്ചു മീന്. ആൾക്കാരെ കൂടിയുള്ളവരെ മഴ വിളിക്കുക, പടവുകൾ വരിക, വലിച്ചെല്ലാം ഇരു പടവുകൾ നിറയ്ക്കുക. തീരത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് അവൻ പത്രോസിന്റെ കിണറിടിഞ്ഞു പോയി. പുള്ളി അങ്ങ് കംപ്ലീറ്റ്ലി ഡിസ്റ്റേബിളൈസ്. അവൻ ഓടി വന്ന് ഈശോയുടെ കാൽക്കലേക്ക് വീഴുക. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യനായി എന്നെ വിട്ട്. യേശു പാപിയാന്ന് പറഞ്ഞില്ല. ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നോട് ഇടപെടുന്ന ഇടപെടലുകൾ, അത്ഭുതങ്ങൾ ഉഷടപരഹതനായി ഇന്നിരുന്ന് അവൻ യേശു ചോദ്യം ചോദിക്കും. പഴയ ഫ്ലാഷ് ബാക്കിൽ തിരിഞ്ഞു പോ. നിന്നോട് ദൈവം കാണിച്ച വിശ്വസ്തത നീ ഓർക്ക്. നീ പറഞ്ഞാൽ, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യ സ്ത്രീയാണ്, പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടുപോ, എനിക്ക് എന്നോട് ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞിടത്ത് യേശു ചേർത്ത് പിടിച്ചിട്ട്, സാരമില്ല, ഇത് ഇപ്പോഴേ കണ്ണു തള്ളിപ്പോയോ, ഇതിന് വലുത് കാണിക്കാൻ പോകാൻ ഞാൻ ഇന്ന് നിന്നെ എന്താക്കാൻ പോവുക, മനുഷ്യരെ പിടിക്കുന്നവനാക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അവനെ അന്ന് മുതൽ സകലവും, അങ്ങനെ ശകലമല്ല, everything ഇന്ന് പകല്. പണ്ട് കാലങ്ങളിൽ നീ യേശുവിനെ അറിഞ്ഞ നാളുകളിൽ ഉള്ള ആദ്യ സ്നേഹമുണ്ടല്ലോ, അവൻ നാട്ടുകാരൻ ഓർത്തില്ല, വീട്ടുകാരൻ ഓർത്തില്ല, ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ നയിച്ചിരുന്ന നാളുകൾ, യേശുവിനോട് ചേർന്ന് എന്തിനും ഏതിനും സമയം കണ്ടെത്തിയിരുന്ന. ഇന്നൊക്കെ ടൈമില്ല പലഹാരങ്ങൾക്ക്, നീയും പലതിനും ഉണ്ട് സമയം. പക്ഷെ യേശു പറയുന്ന, കുഞ്ഞെ, നിന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് അവന് വേണ്ടിയാ, അവന്റെ സാക്ഷിയാകാൻ വേണ്ടിയാ, അവന് വേണ്ടി കാണപ്പെടാനാ. നിന്റെ ഇഷ്ടത്തിന് പോയി നിന്റെ ടൈം ടേബിൾ ദൈവത്തെ സേവിക്കാനല്ല. He wants you. അതുകൊണ്ട് ആ ചോദ്യം, do you love me more than these? ഇവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നു. അവൻ പത്രോസേ നിന്നെ വിളിച്ചത്, അവൻ അതുകൊണ്ട് അവൻ സകലവും കിട്ടും അനുഗമിച്ചത്. As Jesus asked him that question, do you love me more than these? Again, we're going flashback. We're thinking about the first time, his first works, the moment that those first works started. It started with repentance. It started with acknowledging Jesus as the standard in spite of his unholiness. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനുള്ള വചനം വരുമ്പോൾ ശ്രദ്ധിക്കണം. പത്രോസ് നിങ്ങൾ നോക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഒന്ന് പടക് വിട്ടുകൊടുത്തു. അവന്റെ ടൈം യേശുവിനോട് വിട്ടുകൊടുത്തു. യേശു പറഞ്ഞതനുസരിച്ചു. അവൻ സംസാരിച്ചു. അത് മാത്രമല്ല, അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവ വിടുതൽ കണ്ടപ്പോൾ അവൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ്, ഞാൻ പാപിയാ മനുഷ്യൻ, യേശു പറഞ്ഞില്ല റിപ്പന്റ് ചെയ്യാന്ന് പറഞ്ഞില്ല, അവൻ തന്നെ വന്ന് പറയുക, റിപ്പന്റ് ചെയ്യുക, പാപിയാ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. അവൻ എന്നിട്ട് അവനെ ശുശ്രൂഷയിലാക്കി. അവൻ
മനസ്സിലാക്കി ഇന്നു മുതൽ ഞാൻ നിന്നെ എന്താക്കും, മനുഷ്യരെ പഠിക്കുന്നവരാക്കും. ഇതറിഞ്ഞ ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ടിട്ട് അവൻ അമ്മായിയോട് ചോദിച്ചിട്ടല്ല, ഭാര്യയോട് ചോദിച്ചിട്ടില്ല, വീട്ടുകാരോട് നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല മിനിസ്ട്രിക്ക് വേണ്ടി പോയത്. എന്നപോലെ അമ്മായിയമ്മയോട് ചോദിക്കാനല്ല നിന്നെ വിളിച്ചേക്കുന്നത്. നീ യേശുവിന് വേണ്ടി നിൽക്കാനുള്ളവളാ, നീ യേശുവിന് വേണ്ടി നിൽക്കാനുള്ളവനാ. അവൻ ഈ ലോകത്തിന് മനുഷ്യരെ ആരോട് ചോദിച്ചില്ല. അന്നു മുതൽ പടകും വലയും സകലവും വിട്ട്. അമ്മായിമ്മ സമ്മതിക്കുമോ? പ്രത്യേകിച്ച് അമ്മായിമ്മ വീട്ടിലുണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല, ചോദ്യം ചെയ്യും. He didn't care. അവൻ ലോകത്തിന്റെ വെല്ലുവിളികളോ യോഗത്തിന്റെ ചോദ്യങ്ങളോ ഒന്നും അവനെ കർത്താവിന്റെ സ്നേഹത്തിന് മാറ്റാൻ വരാൻ പറഞ്ഞു. അവൻ I only need him. കാരണം മാനസാന്തരം അവനെ സ്നേഹത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവിന്റെ പുറകെ സകലവും വിട്ട് വെറിയും ടെൻഷനും, നാളെ ഇങ്ങനെ വീട്ടിൽ ആഹാരം കൊടുക്കും, ഇതെല്ലാം വിട്ടിട്ട് യേശുവിനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. I have less than 15 minutes ahead of me. There are people who need to go to work, people who need to go to Boston, people who need to go home. We don't have a lot of time, but run with me here. We're going to go. There's no time to expound. Just pointing you highlights of Peter's life. What were his first works? First works is not just what he did, but also what he learned during his time with Jesus thus far. So we just talked about his calling. So now that he is introduced to the standard through Christ, he needs to know truly who he believes. Know the standard giver. Take a look at Matthew chapter 16 verse 13 to 20. That's where Jesus says, some people say that I'm John the Baptist, some people say that I'm Elijah or Jeremiah or one of the prophets. He looks at the disciples and asks them, who do you say that I am? നോക്കൂ, പത്രോസിനെ ദൈവം കൃപയ്ക്കുള്ളിലാക്കി സമയമില്ലാത്തതുകൊണ്ട് അനേക ബോസിനെത്താറുണ്ട്, ജോലിക്കെത്താറുണ്ട്, പെട്ടെന്ന് പറഞ്ഞു വിടുകയാ. അവൻ സ്വന്തം ചെയ്യുന്നു. പത്രോസ് ആ വിളിയിൽ കൂടി യേശുവിലേക്ക് വന്നെന്ന് മാത്രമല്ല, യേശുവിനെ കുറിച്ച് പഠിച്ചു. ഹാവ് എ നോളജ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ച് അവൻ പഠിച്ചു. കൂടെ നടന്ന് ക്രിസ്തു ആരാണെന്ന് പഠിച്ചു. അവൻ സ്വന്തം ചെയ്യുന്നു. എന്ത് തരും, എന്താണ് ക്രിസ്തുവിനോടുകൂടെ നടന്നാലുള്ള ഗുണമെന്ന് അവൻ പഠിച്ചു. അവൻ സ്വന്തം യേശു ആരാണെന്ന് അവൻ പഠിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചോദ്യം നാഥൻ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, അവൻ ആര് എന്ന് എന്നെ കുറിച്ച് പറയുന്നു. And Simon Peter is always the one with his mouth open first. Peter says, you are the Christ, the Son of the living God. To which Jesus answers, blessed are you, Simon Bar-Jonah, for flesh and blood has not revealed this to you, but my Father who is in heaven. It later goes on to say how Jesus will build his church, right? He will be the foundation of his church. And later it says, whatever you bind on earth shall be bound in heaven, and whatever you loose on earth shall be loosed in heaven. Notice, when you know the identity of the central point of the standard himself, who is Christ, then you will have the authority and the power to walk according to the standard of God. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേണ്ട ഒത്തിരി മർമ്മങ്ങളുണ്ട്, വിവരിക്കാൻ സമയമില്ല. അവിടെ നോക്കൂ, യേശു ക്രിസ്തു ചുറ്റുമുള്ള ശിഷ്യന്മാർ ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയും. പലരും ഇതോ അതോ എല്ലാം പറയും. നിങ്ങൾ എന്നെ ആരെന്ന് പറയുമ്പോൾ പത്രോസ് ഏതോ ചാടിക്കറി, എന്തിനും ചാടിക്കറി പറയുന്നില്ല. പുള്ളി ചാടി വീണിട്ട് പറഞ്ഞു, നീയോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നോക്കണം, കൂടെ നടക്കുക മാത്രമല്ല, യേശുവിനെ അവൻ പഠിച്ചു, യേശുവിനെ കുറിച്ച് അവൻ അറിഞ്ഞു. ഉടനെ കഥ മറുപടി പറയുക. അതിന് ആര് പോയി ബൈബിൾ നോക്കി അല്ലെങ്കിൽ പഴയ ന്യായപ്രമാണം നോക്കി അവൻ പൊരുൾ തിരിച്ച് ശാസ്ത്രിമാരോ ന്യായശാസ്ത്രിമാരോ പ്രവാചകന്മാരോ ഒന്നും അല്ല പത്രോസിനെ പഠിപ്പിച്ചത്. ചോദിക്കുമ്പോൾ ചാടിക്കറിയാൻ പറയുമ്പോൾ യേശു പറയുക, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗത്തിൽ. അത് കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇന്ന് പകരം ഒരു കാര്യം, ഒരു മർമ്മമാണ്. അവൻ കർത്താവിനെ അറിഞ്ഞു നിനക്ക് ചില അതോറിറ്റി ദൈവം തരും. അന്നേരം പത്രോസ് പറയും, അവൻ നീ പത്രോസ് ആകുന്നു, നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. എന്നിട്ട് അവൻ പാറ, ക്രിസ്തുവാകുന്ന പാറമേൽ സഭയെ പണിയുമെന്ന് പറഞ്ഞിട്ട് പറയുക. അവൻ സ്വന്തം ചെയ്യുന്നു ചില സ്പെഷ്യൽ അതോറിറ്റി നിനക്ക് തരിക. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞതുകൊണ്ട്, അവൻ നീ നോ ചെയ്തത് കൊണ്ട് അവൻ പറയുക, നീ ഭൂമിയിൽ കിട്ടുന്നത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ അതോറിറ്റി. ഇന്ന് പകൽ നിന്റെ ജീവിതത്തില് ചില സാഹചര്യങ്ങൾ നിന്നെ വാഴുകയാ, നീ അതിനെ വാഴുകയല്ല, അത് നിന്നെ വാഴുകയാ. അത് നിന്നെ വല്ലാതെ ബൈൻഡ് ചെയ്യുക, അത് നിന്നെ തളർത്തുകയാ, അത് നിന്നോട് പോരാടുകയാ. എന്നാൽ സകലത്തിന്മേലും അധികാരം തരുന്ന കർത്താവ് എന്ന് പറയുക, കുഞ്ഞെ നീ എന്നെ ഒന്ന് അറിയും, ഞാൻ നിനക്ക് അതോറിറ്റി തരാം. യേശു പറയുകയാ, അവൻ സ്വർഗരാജ്യത്തിന്റെ താക്കോല നീ തുറന്നാൽ ആർക്കും നീ തുറക്കും. അവൻ സ്വർഗം ചെയ്യുന്നു, നീ അടച്ചാൽ നീ വന്ന് തുറക്കും, തുറന്നാൽ നീ അടയ്ക്കും. അധികാരം, പവർ, അതോറിറ്റി പീറ്ററോട് പറയുക, അവൻ ഞാൻ നിനക്ക് തരികയാ. അവൻ നീ കെട്ടിയാൽ സ്വർഗത്തിൽ എന്ത് ചെയ്യും?
കട്ടപ്പെട്ടിരിക്കും. നീ അഴിച്ചാൽ സ്വർഗത്തിൽ എന്തിയിരിക്കും? അഴിഞ്ഞിരിക്കും. ഓർക്കണം, അതാണ് അതോറിറ്റി. ദൈവത്തെ നീ അറിയുമ്പോൾ ദൈവം നിനക്ക് തരുന്ന സ്പിക്യൂലിയർ കൃപകൾ രഹസ്യ ഒന്നും നിനക്ക് അസാധ്യമാക്കുകയില്ല. അവൻ എന്നിൽ വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. ഇത് ദൈവജനം തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ നിന്റെ സറൗണ്ടിങ്സോ നിന്റെ പ്രോബ്ലംസോ അല്ല നിന്നെ നയിക്കേണ്ടത്. യേശുക്രിസ്തു നിനക്ക് തരുന്ന അതോറിറ്റി നിന്നെ നയിക്കണം. പിന്നെ നീ ഒരിക്കലും സബ്ജക്റ്റീവ് ആയിരിക്കത്തില്ല, നീ ഒരു ഓവർകമർ ആയിരിക്കും. So, Peter, do you love me more than these? Flashback to when he was called. He remembers when he said that he was a sinner. He remembers how Jesus called him to be a fisher of men. He remembers how he left everything to follow Jesus. He remembers how when Jesus asked him, do you know who I am? He said that by the power of God, he said that Jesus is the Son of God, that Jesus is the Savior. Now, we see that what else quantify as Peter's first work? We see that Peter knew what Jesus had and who Jesus was, that Jesus was the eternal Word who took flesh. John chapter 6 verse 16, it says, talks about how Jesus had a lot more disciples who couldn't stomach the teachings that Jesus was teaching. So Jesus looked at his 12 who didn't go and said, do you want to go as well? And Simon Peter answered him, Lord, to whom shall we go? You have the words of eternal life, and we have believed and have come to know that you are the Holy One of God. അവൻ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, അവൻ വായിച്ചു കേട്ടതനുസരിച്ച് യോഹന്നാന്റെ മകനായ ശീമോനെ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചപ്പോൾ ഈ ഫ്ലാഷ് ബാക്കുകളെല്ലാം അവന്റെ മനസ്സിലേക്ക് വരികയാ. അവൻ ദൈവം വിളിച്ച വിളിയെ നടത്തിയ നടത്തില് അവൻ അവിടുന്ന് മാറ്റത്. അവസാനം അവൻ വീണ്ടും നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. നോക്കൂ, യേശുക്രിസ്തുവിന്റെ ഈ ടീച്ചിങ്സ് ഒക്കെ, വചനം എന്ന് പറയുന്നത് പവർഫുള്ളാണ്. അത് സിമ്പിൾ ആണ്, അത് പവർഫുൾ ആണ്. അവൻ അത് ടഫായിട്ട് വരുന്നതായിട്ട് ശിഷ്യന്മാർക്ക് തോന്നി. എന്നിട്ട് ആ യേശുവിനോട് ഒത്തിരി പേരുണ്ടായിരുന്നു ആദ്യം കേട്ടോ. പുറകെ ടൗൺ മുഴുവൻ നടക്കുക യേശുവിന്റെ പുറകെ. പക്ഷേ അവൻ ഉപദേശം ട്രൂ ആയിട്ട് വന്നപ്പോൾ 1 by 1 ഇട്ടേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അവസാനം എത്ര പേരുണ്ടെന്ന് അറിയാമോ? 12. അതുകൊണ്ട് ആൾക്കൂട്ടം നോക്കി നിങ്ങൾ ഓർഡർ ചെയ്ത് ആരാധനകൾക്ക്. ചിലപ്പോൾ ആൾക്കൂട്ടം ഉള്ളിടത്ത് കർത്താവ് ഉണ്ടായിരിക്കണമെന്നില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. ഇവിടെ അവൻ സ്വന്തം ചോദിക്കുക, അപ്പം നിങ്ങൾക്ക് പോകാൻ യേശു പറഞ്ഞു, he doesn't care. അവൻ വന്നു, ആളാരെ വന്നു, who cares? ദൈവം കൊണ്ടുവന്നേ വന്നാ മതി. ഇല്ല പറയണ്ട. അവൻ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ പത്രോസ് ചാടി വീട് പറയാ, അപ്പാ നിത്യജീവന്റെ മൊഴികൾ. അവൻ വന്നത് അപ്പം തിന്നാണല്ല, മൊഴി, വചനത്തോടുള്ള സ്നേഹം. നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകുന്നു. അതാ വചനത്തോടുള്ള സ്നേഹം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. വചനം, നീ വരുന്നത് ചുമ്മാ ഹൈപ്പലും ജസ്റ്റ് ഒരു വർഷിപ്പോ അല്ല. ആ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാനുള്ള കൊതി, അത് തിന്നാൻ, ആ വചനം തിന്നാൻ കൊതി. അതുകൊണ്ട് പറയാ, നിത്യജീവന്റെ മൊഴികൾ നിങ്ങളുണ്ട്, നിന്നെ വിട്ട് കിടക്കും. Peter was someone who we know was really enthusiastic. He had a lot of good intentions, but he sometimes missed the mark too. But it was allowed so that Peter, in his time of being a disciple of Christ, he's watching, he's listening. He didn't listen all the time. Sometimes he was too quick to speak and he didn't listen all the time, but he was learning lessons from Christ. So let's take a look at places where it appeared as if Peter missed the mark, but they were all lessons that he needed to learn to understand the standard of God. പ്രിയമുള്ളവരെ, എല്ലാ അനുഭവങ്ങളും പത്രോസ് യേശുവിനെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളില് യേശുവിനെ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ അവൻ കൊടുത്തു. ചിലയിടത്ത് ഇല്ലാതെ വന്നപ്പോൾ അവൻ കണ്ട് മനസ്സിലാക്കി പഠിച്ചു. അവൻ സ്വന്തം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ അവൻ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ഈശോയെ പഠിപ്പാൻ ഈ 3.5 വർഷം ഈശോയോട് നടക്കുമ്പോൾ ഈശോയെ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ദൈവം കൊടുത്തു. അതിലൊരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. The Transfiguration in Matthew chapter 17 verse 1 to 6, we know that Jesus took Peter, James, John up to the mountain, and there the vision was revealed, Jesus talking to Moses and Elijah, and Peter being bewildered at seeing all this. Again, he's going to say something. Peter's always going to say something. This is what Peter says in chapter 17. He says to Jesus, Lord, it is a good thing that we are here. If you wish, I will make 3 tents here, one for you, one for Moses, one for Elijah. And as he was speaking, a voice from the heavens, God the Father saying, this is my beloved Son with whom I am well pleased. Listen to him. So walking in God's standard means not what you assume might be best to do in this situation, but being quiet and listening to what the Word of God who took flesh wants to say. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, അടുത്തൊരു സംഭവം നമുക്കറിയാം. മറുവമലയിൽ നടന്ന സംഭവം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു സ്നേഹിച്ച 3 ശിഷ്യന്മാരുമായിട്ട് മറുവമലയിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് അവൻ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അവന്റെ വസ്ത്രം ഈ ഭൂമിയിലുള്ള ഒരു അലക്കുകാർക്കും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ മോശയും ഏലിയാവും അവിടേക്ക് വരികയാണ്. He's conversing with them. അവിടെ സംസാരിക്കുക. ഇത് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. പത്രോസിന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ചാടി കയറി എന്നിടയ്ക്ക് പറയുക, കർത്താവേ, it's beautiful to be
ഈഗർ, ഇവിടെ ഇരിക്കുന്ന വളരെ സന്തോഷമാ. ഉണ്ടാക്കട്ടെ 3 കുടില്. അവൻ സുഖം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഇത് പറയുമ്പോ പെട്ടെന്ന് സ്വർഗത്തുന്നൊരു വലിയ ശബ്ദം മുഴങ്ങി. അവൻ സുഖം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ലിസൺ ടു ഹിം, അവന് ചെവി കൊടുപ്പി. എന്ന് പകൽക്കാലം ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ ഫെർവറൻസോ നിന്റെ സംതിങ്ങോ ഒന്നും അല്ല, നീ അവനെ ശ്രദ്ധിക്കണം. ഇറ്റ്സ് നോട്ട് സംതിങ് യു ഡു. നീ തക്ക സമയത്ത് വന്നതോ ഒന്നും അല്ല വിഷയം. യു ഹാവ് ടു ലിസൺ ടു ക്രൈസ്റ്റ്. നിന്റെ നായകനെ നീ ശ്രദ്ധിക്കണം, പുത്രനെ നീ ശ്രദ്ധിക്കണം, അവന് ചെവി കൊടുക്കണം. വിശുദ്ധി എന്ന് പറയുന്നത് ലിസൺ ടു ഗോഡ്. അവൻ പല രീതിയിൽ നിന്നോട് സംസാരിക്കും. ലോഗോസിൽ കൂടി സംസാരിക്കും, റീമയിൽ കൂടി സംസാരിക്കും, ഒരുപക്ഷെ ജാതികളെ ഉപയോഗിച്ച് നിന്നോട് സംസാരിക്കും. ഫറവോനായ നെക്കോയിൽ കൂടി സംസാരിക്കും. ഫറവോനായ നെക്കോ പറഞ്ഞ ദൈവവചനങ്ങളെ യോശിയാവ് ശ്രദ്ധിച്ചില്ലെന്ന് ബൈബിൾ പറയുന്നു. തന്നിമത്തെഴുതിയത് യോശിയ കൊല്ലപ്പെടാനിടയായി. ജോസിയ the king was killed. അങ്ങനെ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ ഉരുത്തിരിയാനിടയായിട്ട് വരുന്നു. ഇന്ന് പകൽ ദൈവം പറയുന്നത് നീ എന്ത് ചെയ്യണം? ലിസൺ ചെയ്യണം. അവൻ യോഹന്നാന്റെ മകനായ ശിമോനെ, ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്ന ചോദിക്കുന്ന ഫ്ലാഷ് ബാക്കില് നീ അവനെ ശ്രദ്ധിക്കണം. Listen to him. Listen. നിന്റെ പ്രീകൺസീവ്ഡ് ഐഡിയാസ് വെച്ചുകൊണ്ട് ദൈവം പ്രസാദിച്ചെന്ന് നീ ഓടല്ലേ. Listen to him. സ്വർഗത്തിലെ ശബ്ദം പറയാ, പുത്രനെ ശ്രദ്ധിക്കുക. In the very next chapter, Matthew chapter 18, the disciples are asking amongst themselves who is the greatest. And you better believe, he doesn't even name who is there, but you better believe Peter was in the middle debating who's the greatest. To which Jesus says, they ask him too, who is the greatest in the kingdom of heaven? And Jesus calls a child to himself and says, unless you turn and become like children, you will never enter the kingdom of God. Whoever humbles himself like this child is the greatest in the kingdom of heaven. So what do you learn from the standard of God as shown by the word of God who took flesh, the Son of God that Peter professed with his mouth, that God the Father himself said, this is the one in whom I am well pleased. Listen to him, learn from him, follow his example. What did he do? He did not self-project. He is the one, listen, he is the most important person in the kingdom of heaven, but he's not talking about the greatness that the disciples are expecting, that Peter is expecting. He calls a child and says, whoever humbles himself like this child, he will be the greatest in the kingdom of heaven. Jesus did not self-project. He humbled himself. Peter learned that this was the type of work that was aligned with God's standard. പ്രിയമുള്ളവരെ, വീണ്ടും ഈ പത്രോസിന്റെ ഈശോയോടുകൂടെ നടപ്പ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഫ്ലാഷ് ബാക്കിലേക്ക്, അവൻ യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്ന ചോദ്യത്തിലെ ഫ്ലാഷ് ബാക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശിശുമാരുടെ ഇടയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഞാനാണ് മിടുക്കൻ, ഞാനാണ് വലിയവന്. ഒരു പക്ഷേ പത്രോസ് തന്നെ ആയിരിക്കും ഏറ്റവും മുമ്പിൽ ലീഡ് ചെയ്തിരുന്ന പുള്ളി ഇതിനെല്ലാ തർക്കത്തിനും. യേശുവിനൊക്കെ വന്നിട്ട് പറഞ്ഞു, ആരാ കർത്താവേ, ദൈവരാജ്യത്തിൽ വലിയവനാണ്. യേശു ഒരു കൊച്ചു കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അവൻ സ്വന്തം ചെയ്യുന്നു, നിങ്ങൾ തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ ആയില്ലെങ്കിൽ, ഈ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല, കണി കാണത്ത് പോലുമില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് they don't care about, അവർക്ക് അറിയത്തില്ല എന്താ സെൽഫ് പ്രൊജക്ഷൻ, അവർക്ക് അറിയത്തില്ല തങ്ങളെ. ഇന്ന് അനേകം മിനിസ്റ്ററുകൾ നടക്കുമ്പോൾ ഇറ്റ് ഇസ് സോ വിയർഡ്. ഐ മീൻ, കർത്താവിന്റെ ദൈവസന്നിധി പോലും ചെല്ലുമോന്നും ഇറ്റ്സ് സോ ഡൗട്ട്ഫുൾ. അവൻ സ്വന്തം ചെയ്യുന്നു. കാരണം ആ പത്രോസ് നടക്കുമ്പോൾ ഈശോ ഒരിക്കലും സെൽഫ് പ്രൊജക്ഷൻ ഈശോ ആഗ്രഹിച്ചില്ല. എവിടെയെങ്കിലും അവനെ അറിയുന്നു എന്ന് കാണുമ്പോൾ ഇവൻ ഗോ ടു ദ നെക്സ്റ്റ് ടൗൺ. അവൻ സ്വന്തം അവനെ പിടിച്ച് രാജാവാക്കാം. യേശോയുടെ മധ്യത്തിൽ നടന്നുപോയി. അവൻ സെൽഫ് പ്രൊജക്ഷൻ നിന്റെ മിനിസ്ട്രിയിൽ വരുമ്പോൾ, when you feel like that somebody should see, നീ അങ്ങ് നിന്നെ തന്നെ, that's not the right spirit of God. You have to understand that. അവൻ കാരണം വചനത്തിലോട്ട് വന്നാലേ വെളിച്ചം നിന്റെ ഉള്ളിൽ വീശത്തുള്ളൂ. ഇല്ലെങ്കിൽ you are walking in the way of destruction. നിനക്കറിയാം, നീ പോലും അറിയാതെ ഡിസ്ട്രക്ഷൻ പാതി പോവാ. തിരുത്താൻ ആരുമില്ലാത്തത് കൊണ്ട് you are keeping on going in it. That's in the end ഡെത്ത് വഴികളാണ്, മരണ വഴികളാണ്. ഇന്ന് പകൽക്കാലം പത്രോസിനോട് ചോദിക്കുമ്പോൾ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കും ചോദിക്കുമ്പോൾ, ഈ സംഭവങ്ങളൊക്കെ ഈ ഫ്ലാഷ് ബാക്ക് ആയിട്ട് അവന്റെ മുമ്പിൽ വരികയാണ്. അവൻ സ്വന്തം ചെയ്യുന്ന ആരാണ് വലിയവൻ? യേശു പറഞ്ഞു, ഈ ശിശു തിരിഞ്ഞ് കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി ഇന്നസെന്റ് ആയിട്ട് ഹമ്പിളായിട്ട് വന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കണി കാണാത്ത പോലുമില്ല. അവൻ സ്വന്തം ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതിനുള്ള ബന്ധത്തെ താഴ്ത്തുള്ള ദാസ്യ സേവനം, അതാണ് പറയാൻ പോലല്ലേ. ദാസ്യ സേവനം. ഈശോ എന്താ പഠിച്ച്? യേശു അവസാനം ഇത് വന്നപ്പോഴത്തേക്ക് യേശു അരയിൽ തോർത്ത് കെട്ടിയിട്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ ഒക്കെ കാലുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കഴുകുന്നു. കാരണം സ്നേഹമുണ്ടായി പുള്ളി പറയുന്നത് തിരിച്ചറിയുന്നില്ല. അവൻ നിന്റെ കാല് ഞാൻ കഴുകാം. പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ല, ഞാനും നീ ബന്ധമില്ല.
ഫെലോഷിപ്പ് പോലും ഇല്ല. അവൻ ഹംബിൾനെസ് ആൻഡ് സർവിങ് സെർവന്റ് ലീഡർഷിപ്പ് ആണ് ഈശോനാഥൻ പഠിപ്പിച്ചത്. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഒരുവൻ രാജാവാകാൻ ആഗ്രഹിച്ചാലും നീ അവന്റെ വേലക്കാരൻ ആകണമെന്ന് പഠിപ്പിച്ചത്. ദാസ്യ സേവനം പഠിപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഡു യു ഹാവ് എ സെർവന്റ് ലീഡർഷിപ്പ് മെന്റാലിറ്റി? ഇന്ന് പകൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദാസ്യ സേവനം ഇല്ലെങ്കിൽ യു ആർ വേ അവേ ഫ്രം ഗോഡ്സ് വേ. ദൈവ വഴിയിൽ നിന്ന് വളരെ ദൂരെയാണ് നീ. ഈശോനാഥന് സാക്ഷാൽ ഉടയ തമ്പുരാന് അവൻ സാക്ഷാൽ മൺപൊടികളായ മനുഷ്യരുടെ കാലുകൾ കഴുകിയെങ്കിൽ, ഈശോ പറഞ്ഞു ഞാൻ കഴിയെങ്കിൽ നിങ്ങൾക്ക് കഴുകാൻ ഒരു മടി ഉണ്ടാകല്ലേ. ഇന്ന് പകൽ ആർ യു വില്ലിംഗ് ടു സെർവ് യുവർ പീപ്പിൾ? നിന്റെ ജനത്തെ ശുശ്രൂഷിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അല്ലെ അവരും വന്ന് ശുശ്രൂഷിക്കട്ടെന്ന് പറയുന്ന വ്യക്തിയാണോ നീ? അവൻ സ്വന്തം ചെയ്യുന്ന ഈശോ ചോദിക്കുമ്പോൾ ഈ ഫ്ലാഷ് ബാക്കുകളൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. And the last thing, that already helped me out with the washing of the feet. Another thing, the cutting off of the high priest's servant's ear that we're familiar with when Jesus was being taken in the Garden of Gethsemane. We see in John chapter 21, not 21, John chapter 18, we see that Peter, when he saw that Jesus was being taken away, struck the high priest's servant's right ear, and Jesus said to Peter, put your sword into its sheath. Shall I not drink the cup that the Father has given me? Again, the first words that Peter is trying to learn and understand is, if there's a cup that is hard to bear, you shall still bear it, because that is what the Father's perfect will is. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഇത് ഇന്നത്തെ IPC സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ബോധപരമായ ഒരു വചനമാണ്. അവൻ ശ്രദ്ധിക്കണേ. അവൻ നിങ്ങൾക്കറിയാം, ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവൻ ഈശോ പറഞ്ഞു എടുത്തോ, അവൻ കത്തിയൊക്കെ എടുത്തോ, കാരണം വചനം നിവർത്തിയാകേണ്ടതിന്. അങ്ങനെ പോകുമ്പോൾ മഹാബുദ്ധനുള്ള ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനെ ബൈൻഡ് ചെയ്യാനായിട്ട് അവർ കടന്നു വന്ന് കയറി പിടിക്കുമ്പോൾ പീറ്റർ ചാടി വീണ്. എന്തിനാ? സ്നേഹമുള്ളത് കൊണ്ട്. ചിന്തിക്കുന്നത് സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം കത്തിയെടുത്ത് കുത്തി പ്രശ്നമുണ്ടാക്കിയ യേശുവിനോടുള്ള സഭയുള്ള സ്നേഹം കാണിക്കുന്ന ചിലർ. Your love should not be against God's standard. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് അവൻ വിരുദ്ധമാകരുത് നിന്റെ സ്നേഹം. നോക്കണം, ദൈവം കൽപ്പിച്ചിരിക്കുക കഷ്ടാനുഭവം, ദൈവം കൽപ്പിച്ചിരിക്കുക താഴ്ന്ന അവൻ അവസ്ഥ. അവിടെ പത്രോസെ കത്തിയെടുത്ത് മഹാപുരോഹിതന്റെ കാത് വെട്ടിയത് കൊണ്ട് സ്നേഹം വെളിപ്പെടുത്തണം. ഇന്ന് അനേക സ്നേഹം കാണിക്കാൻ പോയി നാട്ടുകാരുടെ മുമ്പിൽ ലോക ജനത നോക്കിയിട്ട് എല്ലായിടത്തും വാർത്ത പറയത്തക്കവണ്ണം നിന്നാ വിഷയമാക്കി ദൈവനാമത്തെ ചവിട്ടിത്തേക്കുമ്പോൾ അവൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന വചനം കേൾക്ക്. പത്രോസേ, കത്തി ഉറയിലിട. വാളെടുക്കുന്നവൻ എങ്ങനെ നശിക്കും? വാളാൽ നശിക്കും. നിന്റെ ഫെർവറൻസ്, നിന്റെ രീതിയിലെ വെട്ടല് കൊണ്ടല്ല ക്രിസ്തുവിനുള്ള സ്നേഹം കാണിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവൻ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ, ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സഹിക്കാൻ കഴിവില്ല, ത്രാണിയില്ല, കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് നിൽക്കണേ കർത്താവ്. ഒരു മറുപടി പോലും സുഖത്തിൽ ദൈവം വേണ്ടിയില്ല. അപ്പൊ പറയുമെങ്കിലും എന്റെ ഇഷ്ടമല്ല കർത്താവേ, എന്റെ ഇഷ്ടമാ എന്ന് പകൽക്കാലം ദൈവ ഇഷ്ടത്തിന് അവസരം കൊടുത്തിട്ട് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ, കാത്തിരിപ്പാൻ, പരീക്ഷയെ അകപ്പെടാതിരിപ്പാൻ, സഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം കൂട്ടവുമായി പോയി കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നിമിത്തം ദൈവനാമം, ദൈവസഭ ദേശത്തിന് മധ്യത്തിൽ ദൂഷിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കുന്നു, അവൻ യോഹന്നാന്റെ മകനായ അവൻ ശിമോനേ, ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? എന്ന് നമ്മുടെ ശ്രദ്ധ വിഷയം ഓർക്കണം. യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാ വിഷയം. യഥാസ്ഥാനപ്പെടുക, സഭ യഥാസ്ഥാനപ്പെടണം, നാം യഥാസ്ഥാനപ്പെടണം. അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരണം. അവൻ സ്വർഗീയ പിതാവിന്റെ ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. There's no talk about how Peter looked at the winds of the waves, start singing to the water, but Jesus pulled him up. There's no time to talk about that. There's no time. But Dad already mentioned watch and pray so that you may not fall into temptation. So we're moving on into his sin. What was his sin? He denied 3 times the Christ that he professed. Peter was the one who said, you are the Son of God. Peter is the one who said, the eternal words of life are coming from your mouth. That very same Peter denied the Jesus that he was supposed to associate with 3 times. പ്രിയമുള്ളവരെ, പല കാര്യങ്ങള് അതിനുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ഈ കടൽമേൽ നടന്ന ഒരുത്തനുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യനെ ഉള്ളൂ ഈ കടൽമേൽ നടന്നത്. ആരാന്നറിയാമോ? പത്രോസ്. അവൻ ഉയർന്നു മറിയുന്ന തിരമാലകൾക്ക് മധ്യത്തിൽ മരണത്തിന് മുമ്പിൽ പ്രതികൂലം ഉയരുമ്പോൾ യേശുവിന്റെ മുഖത്ത് നോക്കി നടന്നവൻ അവൻ മാത്രമാ. എന്നാൽ ശ്രദ്ധ, അവൻ മറ്റു പ്രശ്നങ്ങളെ തിരിഞ്ഞു. ഇന്ന് പകൽ നീ എന്താ മുങ്ങിത്താഴാൻ കാരണം? യേശുവിന്റെ മുഖത്ത് നോക്കി നടക്കുന്നതിന് പകരം
നീ തിരമാലകളെ നോക്കുമ്പോൾ യു ആർ സിങ്കിങ് ഡൗൺ. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു ചോദിച്ച് യേശു കരങ്ങൾ പോർച്ച്. അതൊക്കെ പറയാൻ സമയമില്ല. അവൻ മടങ്ങി വരട്ടെ. പിന്നെ യേശുവിനോട് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞ അവൻ ആ പത്രോസ് അവൻ സ്വന്തം ചെയ്യുന്ന അവൻ ചെയ്തൊരു പ്രശ്നം ഇത് അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. നീ കർത്താവോട് ചേർന്ന് നടക്കാനാണ് നിന്നെ രക്ഷയിലേക്ക് സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. സഭയോട് ചേർന്ന് നടക്കാൻ, ദൈവവേലയോട് ചേർന്ന് നടക്കാൻ, ഏത് അവസ്ഥയിലും ദൈവത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി നെടുത്തൂണായി കാണപ്പെടാൻ നീ അകലം വിട്ട് അനുഗമിക്കാനല്ല വിളിച്ചത്. അകലം വിട്ട് അനുഗമിക്കുള്ള പ്രശ്നം നീ യേശുവിനെ തള്ളി പറയേണ്ടി വരും. നീ യേശുവിനെ തള്ളി പറയേണ്ടി വരും. നോക്കൂ, അവൻ കായാൻ പോയിരുന്നു, കഷ്ടം അനുഭവിക്കുന്ന യേശു അവിടെ ഇവൻ പറഞ്ഞു മരിക്കേണ്ടി വന്നാലും തള്ളി പറയതെന്ന് പറഞ്ഞാൽ അവനും പോയി കായാനിരുന്നു. നീ ഇന്ന് ലോകത്തിന്റെ ചൂട് കാഞ്ഞു മാറിയിരിക്കുമ്പോ നീ പോലും അറിയാതെ യേശുവിനെ പ്രാകുകയോ, നീ പോലും അറിയാതെ യേശുവിനെ കസിയോ, നീ പോലും അറിയാതെ യേശുവിനെ തള്ളി പറയാനുള്ള സത്യം നീ മറന്നു പോകരുത്. ഉടമനക സന്ധരാധിയ ഏറ്റവും വലിയ സിന്ന് അവൻ ഏറ്റു പറഞ്ഞ നീ ആരാ? അവൻ സ്വന്തം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ആ നാവ് കൊണ്ട് അവൻ ജീസസ് ഔട്ട്. ഈ ദുഷ്ടനെ ഞാൻ അറിയുന്നില്ലെന്ന് പോലും പറഞ്ഞു കാണാൻ ഞാൻ ചിന്തിക്കുന്നു. അവൻ ഇത് ജൂഡസ് ഇസ്കറിയോട്ട് ചെയ്തതിനേക്കാൾ വലിയ സിന്ന്, വലിയ And that's why in 2 Corinthians chapter 7 verse 10 it says, "For godly grief produces a repentance that leads to salvation without regret, whereas worldly grief produces death." Judas's guilt made him want to kill himself. Peter just realized that he needed to run back and he wept bitterly. Repentance once he realized he had fallen from God's standard. അവൻ ശ്രദ്ധിക്കണമേ, അവൻ സ്വന്തം ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് ആ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞു. ഇവിടെ അവൻ നോക്കുമ്പോൾ പത്രോസ് തെറ്റ് ചെയ്ത് കോഴി കൂകുമ്പോൾ അവൻ നാഥൻ വചനമായവൻ തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടൻ ചങ്കിനകത്തു ആഴത്തിലേക്ക് ഇറങ്ങി. അവന് തകർന്നു പോയി. അവിടുന്ന് അവൻ ഇറങ്ങി ഓടി പുറത്ത് ആ മതിലിന്റെ പുറകെ വന്ന് അവൻ കൈപ്പോടെ പൊട്ടി കരഞ്ഞു. റിപ്പന്റൻസിലേക്ക് അവൻ വന്നു. പക്ഷെ യഥാസ്ഥാനപ്പെട്ടില്ല. കരഞ്ഞു. യോ നാഥനെ തള്ളി പറഞ്ഞോ, എന്റെ കർത്താവിനെ തള്ളി പറഞ്ഞോ എന്നോർത്ത് പൊട്ടി അവൻ അലറി കൈപ്പോടെ കരഞ്ഞു. എന്നാൽ യൂദയെ നോക്കണം. യൂദയ്ക്ക് ഭയങ്കര റിമോഴ്സ് ആയിരുന്നു. യോ അവൻ ഒരിക്കലും വിചാരിച്ചില്ല, ഈശോയെ കൊല്ലുമെന്ന് വിചാരിച്ചില്ല. കാരണം കണ്ണിന് മുമ്പിൽ ശിഷ്യനായിരിക്കുമ്പോൾ അവൻ സ്വന്തം ഒരു പട്ടണം മുഴുവൻ ഇറങ്ങി വന്ന് മലയുടെ മണ്ടയിൽ തൊള്ളിയുടെ അവിടെ മധ്യത്തിൽ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്. അവൻ തേജസ്സോടെ നിൽക്കുന്ന കടൽമേൽ നടക്കുന്ന ഈശോയെ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ ആർക്കും അവനെ തൊടാൻ പറ്റില്ല. അവൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനാണെന്ന് വിശ്വസിച്ചു പോയി. അല്പം പണക്കൊതിയുടെ കയ്യിലുണ്ടായിരുന്നു. 30 വെള്ളിക്കാശ് പോക്കറ്റിൽ കിടക്കുകയും ചെയ്യുമല്ലോ. അവനെ ഒന്ന് ചിന്തിച്ചില്ല. ഈശോയെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ലോകത്തിന്റെ മാനസാന്തരം മരണം ഉണ്ടാക്കും. ലോകത്തിന്റെ റിപ്പന്റൻസ് will lead you to death. എന്നാൽ ദൈവിക റിപ്പന്റൻസ് നിന്നെ നിത്യജീവനിലേക്ക് നടത്തും. നോക്കൂ, യൂദ എന്ത് ചെയ്തു? സഹിക്കാൻ പോയി അവൻ പോയിട്ട് ഹാങ് ആൻഡ് കിൽഡ് ഹിംസെൽഫ്. എന്നാൽ പീറ്റർ ഇത് അറിഞ്ഞപ്പോൾ അവനേക്കാൾ വലിയ തെറ്റുകിട്ട് അവൻ പോയി കരയുക ഓടുകയാണ് ചെയ്തത്. പക്ഷേ യഥാസ്ഥാനപ്പെട്ടില്ല. Flashback over. We're back to John chapter 21. Peter, son John, do you love me more than these? ഫ്ലാഷ്ബാക്ക് കഴിഞ്ഞ് മടങ്ങി വന്ന് ചോദ്യം വരിക, നീ ഇവരിലധികമായി എന്നെ യോഹന്നാന്റെ മകനായ ശിമോനെ അവൻ നീ എന്നെ സ്നേഹിക്കുന്നുവോ? All the lessons that Peter learned from his first works was Jesus saying, listen to me, look at me, follow me, I am the standard. ഈ ചോദ്യങ്ങളിൽ മുമ്പ് നടന്ന അനുഭവങ്ങളൊക്കെയും ഈശോ അവനെ പഠിപ്പിച്ചത്, പത്രോസേ എന്നെ നോക്ക്, എന്നെ ശ്രദ്ധിക്ക്, എന്നെ പിൻപറ്റ്, ഞാനാണ് സ്റ്റാൻഡേർഡ്. ലോകത്തിലെ വേറൊരു മനുഷ്യനോ ഒരു സഭയോ തത്വസമിതികളോ അവൻ റൂൾസ് അല്ല, ഞാനാണ് സ്റ്റാൻഡേർഡ്. നീ എന്നെ നോക്ക്, എന്നെ ശ്രദ്ധിക്ക്, എന്നെ ലിസൺ ചെയ്യ്, എന്റെ പുറകെ വാ, എന്നെ ഫോളോ ചെയ്യ്. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുക, നീ ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നു. So I was going to read some more references in the New Testament to show Peter's transformation. I'm closing my words. We know how the Holy Spirit transformed Peter. We know how he stood firm for the Lord, working for him in the latter years. But I also want to show you that each time Jesus asked him, do you love me more than these? Jesus is telling him, feed my lambs, tend my sheep, feed my sheep. Peter was no longer going to be just a fisher of men, just catching people, putting them on the boat. Peter was going to be tasked with tending to, spending time with, teaching, being patient with, teaching the sheep and the lambs to look upon Jesus, to feed from the Word of God. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്
അവന് ഉത്തരമായി അവൻ പറഞ്ഞ മറുപടിക്ക് ഉത്തരമായി ഈശോ പറയുമ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. അവൻ എൻ്റെ കുഞ്ഞാടുകളെ അവൻ സ്വതം ചെയ്യുന്നു മേയിക്ക. അവൻ 2 അവൻ സ്വതം എൻ്റെ ആടുകളെ അവൻ സ്വതം പാലിക്ക. അവൻ അടുത്തത് എൻ്റെ ആടുകളെ മേയിക്ക. നോക്കൂ, അവൻ ഇനിയും മനുഷ്യരെ പിടിക്കുക എന്നുള്ളതല്ല പറയുന്നത്. ദാറ്റ് വാസ് ദ ഇനിഷ്യൽ. നിന്നെ വിളിച്ചപ്പോൾ ആദ്യത്തെ അസൈൻമെന്റ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്താ, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്താ. എന്നും നീ മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുകയും ആദ്യത്തെ അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഭിപ്രായം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അടിസ്ഥാനങ്ങൾ നിന്റെ ഗ്രോത്താ. അപ്പൊ ഇവിടെ പറയുന്നത് കുഞ്ഞാടുകൾ ആദ്യം പിടിക്കുന്ന മനുഷ്യർ, ബേബ്സ് ഇൻ ക്രൈസ്റ്റ്, അവരെ മേയ്ക്കണം, അവരെ പഠിപ്പിക്കണം, ആഹാരം കൊടുക്കണം, അവരെ സത്യവനം. അതുകൊണ്ട് തീർന്നില്ല, അവര് വീണ്ടും അത് വളർന്ന ആടുകളാകുമ്പോൾ ആ സഭയെ പരിപാലിക്കണം, അതിനിടെ അനുസരണം കെട്ടവൻ കാണണം, അവനെ നേരെയാക്കണം, അവനെ ശാസിക്കണം. ആ ആടുകളെ വളർത്തണം. തീർന്നില്ല, അവൻ സ്വതന്ത്രം ചെയ്യുന്നു. കുഞ്ഞാടുകളെ വളർത്തിക്കൊണ്ട് അവർക്ക് വീണ്ടും കഴിക്കാൻ വേണം. അവൻ സ്വന്തം. അപ്പൊ നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ഈ ആടുകൾക്ക് കഴിക്കാൻ വീണ്ടും കൊടുക്കണം. അവൻ ഇനിയും നീ മനുഷ്യനെ പിടിക്കുന്നവനല്ല, അടുത്ത എലവേഷൻ ഓഫ് മിനിസ്ട്രിയാ, ശുശ്രൂഷയിൽ അടുത്ത ഉയർച്ചയാ. അവൻ കർത്താവ് ഇതിനെ കുറിച്ച് ഇന്ന് രാത്രി പിടിക്കുന്ന വിശ്വാസങ്ങൾ അവരുടെ എലവേഷൻ മിനിസ്ട്രി ശുശ്രൂഷകളുടെ ഉന്നമനമാണ്. അവിടെ പത്രോസിനെ അവിടെ അവൻ പറഞ്ഞ് ദാസ്ഥാനപ്പെടുത്തുന്നത് കാണാൻ കഴിയും. So the last thing, the last verse we're reading before closing our Bibles, Hebrews chapter 6, verse 1, verse 4, verse 5, verse 6. It says, അവസാനിപ്പിക്കുന്ന മുമ്പ് അവൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1, 4, 5, 6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Therefore let us leave the elementary doctrine of Christ and go on to maturity. Joshua talked about maturity today in the psalm reading. Go on to maturity, not laying again a foundation of repentance from dead works and of faith toward God. Verse 4, for it is impossible in the case of those who have once been enlightened, right? Peter was enlightened to know who Christ was, who have tasted the heavenly gift and have shared in the Holy Spirit and have tasted the goodness of the Word of God and the powers of the age to come, and then have fallen away. It's impossible to restore them again to repentance, since when they're doing that, they're crucifying once again the Son of God to their own harm and holding him up to contempt. This is the last Sunday that we're going to be talking about this message of the month. Why do you need to be restored into God's standard? Because otherwise, you're going to be stuck in this cycle of repenting of old works again and again and again. You think it's okay, but you're crucifying Christ again. You're holding the one who saved you up to contempt, and that should not be done. He died once and for all for your sins. He should not be taken advantage of. പ്രിയമുള്ളവരെ, ആ വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള ബേസിക് ഫൗണ്ടേഷൻസ്, അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്ന് സംഘത്തിൽ പറയുന്നത്. നോ ഹിം, അറിയ. ദാനിയേല് ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ക്ലാസ്, അവൻ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ഉയർന്ന് അവൻ ദൈവത്തെ പഠിച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിനെ കൂട്ടി വിടുമെന്ന് പറഞ്ഞപ്പോൾ ഈസ് നോട്ട് ഇവൻ ഈ പതുപോലെ പ്രാർത്ഥന കൂട്ടിയില്ല, കുറച്ചില്ല. നമ്മൾ യോശുവയിൽ നിന്ന് കേൾക്കാനിടയായി. അലൈൻഡ്, വചനം എപ്പോഴും ബാലൻസ് ആൻഡ് അലൈൻഡ്. അവൻ സ്റ്റേബിൾ ആയിട്ട് നിന്നു. അവൻ സ്വപ്നം ചെയ്യുന്നു. സിംഹക്കൂട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. മടങ്ങി വരട്ടെ. അതന്നെ ഇവിടെ പറയുന്നത്. വീണ്ടും ബേസിക് ഫൗണ്ടേഷൻ ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ സ്വപ്നം ചെയ്യുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ടിട്ട് പരിജ്ഞാന പൂർത്തി, നോഹിം, അറിയണം അവനെ. അതുകൊണ്ട് എഫെസസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥിക്കുക. ആ സഭയെ കുറിച്ച് 1:15 പോലുള്ള വാക്യങ്ങൾ നിങ്ങളെ ക്രിസ്തുവിലെ വിശ്വാസത്തെ കുറിച്ചും വിശ്വന്മാരുടെ സ്നേഹത്തെ കുറിച്ചും കേട്ടിട്ട് പ്രാർത്ഥിക്കുക. പൗലോസ് അവൻ നിങ്ങൾ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം, അറിവിൽ വളരണം. എന്താ അടുത്ത് പറയുന്നത്? ഇതാ, അവൻ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അടുത്ത് പറയുക, എന്നാൽ ഒരിക്കൽ നീ പ്രകാശനം ലഭിച്ചിട്ട് അവൻ സ്വന്തം വീണ്ടും പാപം ചെയ്താല്, അവൻ സ്വന്തം ചെയ്യുന്നു. വീണ്ടും പാപം ചെയ്താല് അവൻ സ്വന്തം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തിട്ട് പിന്മാറിപ്പോയാൽ, ഫോളിയിലേക്ക് തിരിഞ്ഞു പോയാൽ, വീണ്ടും വേൾഡ്ലി പേഴ്സണെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഹല്ലേലൂയ. ആമേൻ, സ്വന്തം തങ്ങൾ തന്നെ
ഈ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് ശ്രദ്ധിക്കണം. എന്ന് പല ദേവദാസന്മാരും സഭയുള്ള ബന്ധത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങള് യേശുവിനെ ക്രൂശിക്കുന്നതാ അവരെ തിരിച്ചു മാനസാന്തരത്തോട് വരാൻ ഇമ്പോസിബിളാ എന്ന് വചനം ശക്തിയോട് പറയുമ്പോൾ വിറയ്ക്കണം. എന്ന് കേൾക്കുന്ന ദൈവഭക്തന്മാർ വിറയ്ക്കണം. ദൈവനാമം ദുഷിക്കുന്ന ഒരു പ്രവൃത്തി പോലും അവർ ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടില്ല. മുഴങ്കാലം അടക്കി സഭയായി ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ലോകജാതികളുടെ മുമ്പിൽ നാണക്കേടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, അടുത്ത വായിക്കട്ടെ, ആമേൻ, സ്വന്തം ചെയ്യുന്നു, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദവും അപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരം തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഏതൊന്ന് വീണിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി എന്നും മാനസാന്തരപ്പെട്ടുകൊണ്ടിരുന്നാല് നിന്നെ തിരിച്ച് ദൈവകൃപയിലേക്ക് വരുത്താൻ ഇമ്പോസിബിൾ വന്നം പറയുക. അവസാന കടശ്യ ആമേൻ സ്വന്തം ഉപദേശം മീറ്റിംഗ് ആയതുകൊണ്ട്, യഥാസ്ഥാനപ്പെടുക എന്നുള്ള വിഷയത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പരിശുദ്ധാത്മാ പറയുന്നു, ഏതൊന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യം പ്രവൃത്തി ചെയ്യണം. ഇല്ലെങ്കിൽ യു ആർ ക്രൂസിഫൈങ് ക്രൈസ്റ്റ്. നീ യേശുവിനെ ക്രൂശിക്കുന്നവനാ. നിന്നെ റിപ്പൻസ് മടക്കി വരുത്താൻ സാധിക്കുകയില്ല. Be the Peter who said, I'm going fishing again. Be the Peter who reminds the people of God, you are a royal priesthood and a holy nation, called out of the darkness into his glorious light to declare the works of the one who purchased you, who put an investment on you. You are called to his standard, to his code of conduct. Wake up, start acting at it. I need to start acting at it, acting it out. Act like who you're supposed to be called out to be. You are the representation of God's holy standard. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ പിന്മാറിപ്പോയ ആ പത്രോസിനെ പോലെയല്ല, തിരികെ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ആ പത്രോസിനെ പോലെയല്ല. നിങ്ങൾ നോക്കിയാൽ യഥാസ്ഥാനപ്പെട്ട് പിന്നെ ക്രിസ്തുവിന്റെ വചനം കേട്ട് ആ നഗരത്തിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് തീയായി സഭയ്ക്ക് വേണ്ടി ജ്വലിച്ച പത്രോസിനെ പോലെ പിന്നെ പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ പുള്ളി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, പ്രൊക്ലെയിം ചെയ്യാൻ തക്കവണ്ണം. അതിന് ബാലനെന്നില്ല, ശിശുവെന്നില്ല. ഇന്ന് പകൽ നിന്റെ കുഞ്ഞ് പറയാൻ പ്രാപ്തനാണ്, സ്റ്റേജിൽ വന്ന് വിളിച്ച് പ്രൊക്ലെയിം ചെയ്യണം. പാസ്റ്റർമാരുടെ ജോലിയല്ല, അവൻ ചില പ്രവാചകന്മാരുടെ ജോലിയല്ല, ചില ശുശ്രൂഷകളുടെ ജോലിയല്ല. ഇന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും സാക്ഷ്യം പറഞ്ഞ പോലെ പ്രൊക്ലെയിം ചെയ്യണം. ഇന്ന് ജോഷുമോന് പാസ്സാകണമെന്നില്ല, പ്രൊക്ലെയിം ചെയ്യട്ടെ. എന്താ നിന്നെ അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാ വിളിച്ചത്? ഓ ബ്യൂട്ടിഫുൾ ലൈറ്റിലേക്ക്, അവന്റെ നന്മകളെ പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, അവൻ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് അവനെ പ്രൊക്ലെയിം ചെയ്യാൻ. നീ അത് വിട്ട് പിന്മാറി പോകല്ലേ, നിന്റെ വഴിയിലും നിന്റെ ബുദ്ധിയിലേക്കും പോകല്ലേ. നിന്നെ തന്നെ വിട്ടുകൊടുക്ക്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. ഞാൻ ജോഷവനോട് തുടങ്ങി, പിന്നെ അങ്ങോട്ട് പുലം ഒരുങ്ങുക, പിന്നെ അങ്ങോട്ട് ഹോളി സ്പിരിറ്റാ വചനം കൊടുക്കുന്ന. അവന്റെ ഇതല്ല, ഒത്തിരി തോട്ടുകൾ അവന്റെ മനസ്സിലേക്ക് വരികയാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ വഴിക്ക് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം നമ്മെ ഈ ദിനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.